ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് കുപ്രസിദ്ധി ആർജിച്ച നൈജീരിയയിൽ വീണ്ടും ക്രൈസ്തവ വേട്ട. ഈ പ്രാവശ്യം ആക്രമണത്തിന് ഇരയായി ജീവൻ വെടിഞ്ഞത് ഒരു കത്തോലിക്ക വൈദികൻ. സെപ്റ്റംബർ 19 വൈകുന്നേരം തെക്ക് കിഴക്കൻ നൈജീരിയയിലെ എനുഗു സംസ്ഥാനത്തെ എൻസുക്ക കൗണ്ടിയിൽ എൻഡിയാഗോ റോഡിൽ വെച്ചാണ് സെന്റ് ചാൾസ് ഇടവക വികാരിയായിരുന്ന ഫാദർ മാത്യു ഇയ എന്ന വൈദികന് വെടിയേറ്റത്. സായുധധാരികൾ പതിയിരുന്ന് ആക്രമണം നടത്തുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ കൊണ്ട് കുപ്രസിദ്ധമായ നൈജീരിയയിൽ സായുധധാരികൾ നടത്തിയ ആക്രമണത്തിൽ കത്തോലിക്ക വൈദികൻ കൊല്ലപ്പെട്ടു. സെപ്റ്റംബർ 19 വൈകുന്നേരം തെക്ക് കിഴക്കൻ നൈജീരിയയിലെ എനുഗു സംസ്ഥാനത്തെ എൻസുക്ക കൗണ്ടിയിൽ എൻഡിയാഗോ റോഡിൽ വെച്ചാണ് സെന്റ് ചാൾസ് ഇടവക വികാരിയായിരുന്ന ഫാദർ മാത്യു ഇയ എന്ന വൈദികൻ വെടിയേറ്റ് മരിച്ചത്. സായുധധാരികൾ പതിയിരുന്ന് ആക്രമണം നടത്തുകയായിരുന്നു. വൈദികൻ തന്റെ ഇടവകയിലേക്ക് മടങ്ങുമ്പോൾ മോട്ടോർ സൈക്കിളിലെത്തിയ 2 ആയുധധാരികൾ അദ്ദേഹത്തിന്റെ കാർ മറികടന്ന് ടയറുകൾക്ക് നേരെ വെടിവെക്കുകയും വൈകാതെ കാർ നിർത്തുവാൻ നിർബന്ധിച്ച ശേഷം അടുത്തെത്തി നിരവധി തവണ അദ്ദേഹത്തെ വെടിവെക്കുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമല്ല, മറിച്ച് കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള കൊലപാതകമായിരുന്നു ഇതെന്ന് അധികൃതർ വിലയിരുത്തി. വൈദികന്റെ കൊലപാതക വാർത്തയിൽ എൻസുക്ക രൂപതയുടെ ചാൻസലർ ഫാദർ കാജറ്റൻ ഈഡോബി ദുഃഖം പ്രകടിപ്പിച്ചു. വേദനയും ദുഃഖവും ഉളവാക്കുന്ന വാർത്തയാണിതെന്നും മരിച്ചവരുടെ പുനരുത്ഥാനത്തിനായുള്ള ഉറച്ച പ്രത്യാശയോടെ പ്രാർത്ഥന തുടരണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കൊലയാളികൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. കൊലപാതകത്തിന് ഉത്തരവാദികളാണെന്ന് സംശയിക്കുന്ന 38 പേരെ അറസ്റ്റ് ചെയ്തു. വൈദികന്റെ ഘാതകരെക്കുറിച്ച് സൂചന നൽകുന്നവർക്ക് 10 ലക്ഷം നൈറ പാരിതോഷികം പോലീസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കത്തോലിക്ക വൈദികരെയും വിശ്വാസികളെ ലക്ഷ്യമിട്ട് വലിയ ആക്രമണങ്ങളാണ് നൈജീരിയയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.